അടുത്ത നമ്മുടെ ടോപ്പിക് വളരെ സുപ്രധാനമായ ടോപ്പിക്കാണ് എറർ. എന്താണ് എറർ എന്ന് പറഞ്ഞാൽ? ഒരു മെഷർമെന്റ്. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സ്കെയിൽ നിങ്ങൾക്ക് കാണാം, വളരെ പഴയ സ്കെയിലാണ്. ഈ സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും അളന്നു കഴിഞ്ഞാൽ അത് 15% കറക്റ്റ് ആയിട്ട് അളക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസവും. അതുപോലെ അങ്ങനെ ഇതുപയോഗിച്ച് നമ്മൾ അളവെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ മെഷർമെന്റ് തെറ്റും. ആ മെഷർമെന്റ് മെഷർമെന്റിൽ ഉണ്ടാകുന്ന തെറ്റ്, എററിനെ നമുക്ക് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് വിളിക്കാം. ഒരു ടൈപ്പ് എറർ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഫിസിക്സിൽ മെഷർമെന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ മെഷർമെന്റിലാണ്. അപ്പൊ മെഷർമെന്റിൽ ഒരു മിസ്റ്റേക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എററാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ എററാണ് ഇൻസ്ട്രുമെന്റൽ എറർ. മറ്റൊരു എറർ, എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ആളാന്ന് വിചാരിക്കുക. ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അളവെടുത്തു. എനിക്ക് ആവശ്യമുള്ള ഒരു സംഗതിയുടെ ഒരു ചോക്കിന്റെ നീളം ഞാൻ അളന്നു. പക്ഷെ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കണക്കിൽ 13, സാധാരണ ചോക്കുകളുടെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 7.8, 7.9, 8 സെന്റിമീറ്റർ ആണ് ഒരു ചോക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ്. ഞാൻ പക്ഷേ എന്റെ കണ്ണിന്റെ കുഴപ്പം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ 13 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ എററിനെ നമ്മൾ മാനുവൽ എറർ എന്ന് വിളിക്കും. മാനുവൽ എറർ, മനസ്സിലായോ? പലതരത്തിലുള്ള എററുകൾ ഉണ്ട്. നമ്മൾ ഒരുപാട് എററുകൾ നമ്മൾ ഫിസിക്സിൽ മെഷർമെന്റ് ഡീൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും, അതിനെ ഡീൽ ചെയ്യേണ്ടി വരും. അതിനെ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ എററിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. ഒരു വയറിന്റെ ഡയമീറ്റർ മെഷർ ചെയ്തു. ഒരു വയറിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ക്വാണ്ടിറ്റിയാണ്. ആ ഡയമീറ്റർ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? 2.03, 04, 06, 02, 05 മില്ലിമീറ്റർ. ഒരേ വയറിന്റെ ഡയമീറ്റർ ആണ്. പല തവണ മെഷർ ചെയ്തപ്പോഴത്തേക്ക് പല രീതിയിൽ മെഷർ ചെയ്തപ്പോൾ പല വാല്യൂസ് കിട്ടി. അപ്പൊ സ്വാഭാവികമായും ഇതൊന്നും ആയിരിക്കില്ല വാല്യൂ. ഏത് വാല്യൂ എടുക്കും? ഈ ഒരു വാല്യൂവും പറയാൻ പറ്റില്ല, വഴക്കുണ്ടാക്കേണ്ടി വരും. ചിലർ പറയും ഇതാണ് കറക്റ്റ്, മറ്റു ചിലർ പറയും ഇതാണ് കറക്റ്റ്. ഫിസിക്സിൽ അങ്ങനെ പറ്റും. ഫിസിക്സിൽ നമുക്കൊരു കൺക്ലൂഡഡ് റിസൾട്ട് വേണം. അതിനുവേണ്ടി നമ്മൾ ആ കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ, മെഷേർഡ് വാല്യൂസിന്റെ ആവറേജ് എടുക്കും ആദ്യം. ആവറേജ് വാല്യൂ ഓർ മീൻ വാല്യൂ ഓഫ് ആൻ എറർ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മുകളിൽ ഒരു ബാർ വരച്ചിട്ടാണ്. സോ ലെറ്റ് us consider it d bar. d എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, അതിന്റെ ബാർ മീൻ വാല്യൂ. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ ഓരോ വാല്യൂസിനെയും നമ്മൾ ആഡ് ചെയ്യും. 2.03 plus 04 plus 02 plus 05, അതിങ്ങനെ ഓരോന്നിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ മീൻ വാല്യൂ ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2.04 മില്ലിമീറ്റർ. അപ്പൊ ഇതിനെ നമുക്ക് ഈ കിട്ടിയ ആവറേജ് വാല്യൂവിനെ നമുക്ക് സത്യം പറഞ്ഞാൽ ട്രൂ വാല്യൂ എന്ന് വിളിക്കാം. കാരണം ഈ വാല്യൂവിനെയാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള മെഷേർഡ് വാല്യൂ ആയിട്ട് പരിഗണിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us consider it ട്രൂ വാല്യൂ. അടുത്ത നോക്കാം മറ്റൊരു എറർ, കാൽക്കുലേഷൻ എറർ നോക്കൂ. അടുത്തതാണ് അബ്സല്യൂട്ട് എറർ. എന്താണ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇത്രയും മെഷർമെന്റുകൾ ഉണ്ടല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചു കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. എഗെയിൻ എങ്ങനെ ഓരോ മെഷർമെന്റ്, ആദ്യത്തെ മെഷർമെന്റ് മൊത്തം 5 മെഷർമെന്റുകൾ ഉണ്ട്. ഈ 5 മെഷർമെന്റിലും ഉള്ള എറർ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അതാണ് അബ്സല്യൂട്ട് എറർ. അപ്പൊ അബ്സല്യൂട്ട് എററിന്റെ പേരെന്താന്ന് നോക്കാം. അബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. നമുക്ക് ഓരോ തവണയും മെഷേർഡ് വാല്യൂ എത്രയാ? ഇവിടെ 03, ഇവിടെ 04, ഇവിടെ 06. അതിൽ നിന്നും ട്രൂ വാല്യൂവിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് എറർ. നോക്കാം ഓരോന്നിന്റെയും ഡെൽറ്റ D1. ട്രൂ മെഷേർഡ് വാല്യൂ എത്രയാ? 2.03. നമ്മൾ കണ്ടുപിടിച്ച മീൻ വാല്യൂ എത്രയാ? 2.04. അതിനെ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. രണ്ടാമത്തെ വാല്യൂവിലുള്ള അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. അങ്ങനെ സെയിം മെത്തേഡ്. മൂന്നാമത്തതിലുള്ളത് കണ്ടുപിടിച്ചു, നാലാമത്തതിലുള്ളത് കണ്ടുപിടിച്ചു, അഞ്ചാമത്തതിലുള്ളത് കണ്ടുപിടിച്ചു. അങ്ങനെ 5 തവണയും നമുക്ക് 5 വാല്യൂസ് അബ്സല്യൂട്ട് എറേഴ്സ് ആയിട്ട് കിട്ടി. അപ്പൊ ഈ 5 അബ്സല്യൂട്ട് എററിൽ ഏതിന്റെ എറർ എടുക്കും? എറർ ചോദിക്കുകയാണ് അബ്സല്യൂട്ട് എറർ എത്രയാ? അപ്പൊ നമ്മൾ 5 വാല്യൂവിനും ഡിഫറെന്റ് വാല്യൂസ് ആണ്, ഡിഫറെന്റ് എറേഴ്സ് ആണ്. അപ്പൊ അതിൽ ഏത് വാല്യൂ എടുക്കും? ഒന്നും സ്പെസിഫിക്കലി എടുക്കില്ല. പകരം നമ്മൾ എല്ലാത്തിന്റെയും വീണ്ടും ആവറേജ് വാല്യൂ എടുക്കും. ഇതേ കിടക്കുന്നു മീൻ അബ്സല്യൂട്ട് എറർ. എന്താ മീൻ അബ്സല്യൂട്ട് എറർ? ഈ വാല്യൂസിനെ എല്ലാം ആഡ് ചെയ്തിട്ട് അതിന്റെ മീൻ എടുക്കും. എങ്ങനെ ആഡ് ചെയ്യും? മൈനസ് ഉള്ള വാല്യൂസ് ഉണ്ട്, പ്ലസ് ഉള്ള വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കും. എന്താ മാത്സിലെ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ? അതിന് മോഡ് വാല്യൂസ് ആണ്. അതായത് മൈനസ് വാല്യൂവിനെ കൂടി നമ്മൾ പ്ലസ് ആയിട്ട് പരിഗണിക്കും, പ്ലസിനെ പ്ലസ് ആയിട്ട് തന്നെ പരിഗണിക്കും. അപ്പൊ ഇവരെ മുഴുവൻ ആഡ് ചെയ്തു, എല്ലാത്തിനും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ മീൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 0.012 മില്ലിമീറ്റർ. അപ്പൊ മീൻ അബ്സല്യൂട്ട് എറർ എത്രയാന്ന് ചോദിച്ചാൽ വാല്യൂ എത്രയാ? 0.012 മില്ലിമീറ്റർ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ആവറേജ് വാല്യൂ എന്ന് പഠിച്ചു. അതിനെ നമ്മൾ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് പഠിച്ചു.
ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ് മീൻ അബ്സല്യൂട്ട് എറർ എന്നാണ്, മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ആക്ച്വൽ ക്വാണ്ടിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം റിലേറ്റീവ് എറർ അതിനുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കും? അബ്സല്യൂട്ട് എററിലുള്ള മീൻ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. അബ്സല്യൂട്ട് എററിലുള്ള മീൻ വാല്യൂ 0.012 ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ 2.04 ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 0.00588. അതിന് നമുക്ക് വേണമെങ്കിൽ 0.006 എന്നൊക്കെ നമുക്ക് എഴുതാം. 58 റൗണ്ട് ചെയ്ത് 6 ആക്കി എഴുതാം. എന്തായാലും ഞാൻ ആ വാല്യൂവിനെ 0.005, അതിനെയാണ് റിലേറ്റീവ് വാല്യൂ. എന്താ റിലേറ്റീവ് വാല്യൂ? ആക്ച്വൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് എഴുതുന്ന വാല്യൂ, റിലേറ്റ് ചെയ്ത് എഴുതുന്ന വാല്യൂ ആണ് റിലേറ്റീവ് വാല്യൂ. ഫോർമുല ഡെൽറ്റ ഡി ബാർ ബൈ ഡി ബാർ, ജനറലി ഡെൽറ്റ എക്സ് ബാർ ബൈ എക്സ് ബാർ, ഡെൽറ്റ വൈ ബാർ വൈ ബൈ ബാർ. ഓക്കെ, അടുത്ത ലാസ്റ്റത്തത് എന്താണ് പെർസെന്റേജ് എറർ. എന്താണ് പെർസെന്റേജ് എറർ? അതെങ്ങനെ കണ്ടുപിടിക്കും? പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ എററിന്റെ പെർസെന്റേജ് എത്രയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കൂ, ഡെൽറ്റ ഡി ബാർ ബൈ ഡി അതാണല്ലോ റിലേറ്റീവ് എറർ. അതിനെ ഇൻറ്റു 100 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് 0.0058 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0.58%. അതാണ് ഇവിടെയുള്ള പെർസെന്റേജ് എറർ. ടോട്ടൽ ഇവിടെ വന്നിരിക്കുന്ന എറർ എന്ന് പറയുന്നത് എത്രയാ? മൊത്തം വാല്യൂവിന്റെ 0.58% ആണ്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എറേഴ്സിൽ എന്തൊക്കെയാ പറഞ്ഞ്? ആദ്യം നമ്മൾ മെഷേർഡ് വാല്യൂസ്, ഇതെല്ലാം മെഷേർഡ് വാല്യൂസ് ആണ്. മെഷേർഡ് വാല്യൂസ്, ആ മെഷേർഡ് വാല്യൂസിലെല്ലാം നമ്മൾ എറർ കണ്ടുപിടിച്ചു. ആ എററിനെ നമ്മളൊന്ന് ടാക്കിൾ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ആദ്യം ആവറേജ് വാല്യൂ എടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പഠിക്കണം. അത് കഴിഞ്ഞ് ഓരോ മെഷർമെന്റിലുമുള്ള അബ്സല്യൂട്ട് എറേഴ്സിനെ എടുത്തു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. അത് കഴിഞ്ഞിട്ട് ആ അബ്സല്യൂട്ട് എറേഴ്സിന്റെ ഒക്കെ മീൻ വാല്യൂ എടുത്തു. മൂന്നാമത്തേത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചു. നാലാമത്തേത്. അത് കഴിഞ്ഞ് അവസാനം പെർസെന്റേജ് എറർ കണ്ടുപിടിച്ചു. അഞ്ചാമത്തേത്. ഇതും ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, വളരെ റെയർ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമ്മൾ പഠിച്ചത് എററുകളെ കുറിച്ചാണ്. ഏതൊക്കെ? ആവറേജ് വാല്യൂ, മീൻ വാല്യൂ, ട്രൂ വാല്യൂ. 3 ഒരാളുടെ പേരാണ്. 2 അബ്സല്യൂട്ട് എറർ, 3 മീൻ അബ്സല്യൂട്ട് എറർ, 4 റിലേറ്റീവ് എറർ, 5 പെർസെന്റേജ് എറർ. ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കണം, മനസ്സിലാകാൻ. അപ്പൊ എറർ സ്വാഭാവികമാണ്. ഏത് മെഷർമെന്റിലും എറർ ഉണ്ടാകും. പക്ഷെ ആ എററിനെ ടാക്കിൾ ചെയ്യുക, എററിനെ പരിഗണിച്ചുകൊണ്ട് വാല്യൂ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് ഫിസിക്സിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ.